ഇവിടെ ശരിക്കും ഇരിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനൊരു സംശയം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരിക്കണം. അതിപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. എന്നാലും എന്തുകൊണ്ട് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം വേറൊരു വാഹനത്തിൽ ചെന്നിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ജസ്റ്റ് നമ്മുടെ വീട്ടിലൊരു മതിലിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊരു മതിലിലൊക്കെ ചെന്നിടിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടെന്ന് ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല. പക്ഷേ വേറൊരു വാഹനമായി കൂട്ടിയിടിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരിക്കണം. ഇതിനകത്ത് സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെന്ന് വേറൊരു വാഹനത്തിൽ ഇടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തിയായിട്ട് ഞാനൊരു കോംപ്രമൈസായി. അവർ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കേസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, എനിക്ക് ഇത്രയും പൈസ തന്നാൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് വാക്കാൽ നമ്മളത് ഓക്കെ ആക്കി അവർ പറഞ്ഞ പൈസ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ശരിക്കും ഇരിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ആ വ്യക്തി ഇതെല്ലാം പറഞ്ഞു പോയി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടൊരു പരാതി കൊടുക്കുകയാണ്. ഈ പറഞ്ഞ വ്യക്തി വാഹനം ഇടിച്ച് നിർത്താതെ പോയി എന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്കാണ്. അതായത് ഞാൻ ചെന്നിടിച്ചു, കോംപ്രമൈസ് പറഞ്ഞു, ആ പുള്ളി പറഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞ് ഒരു പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ വിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ് ഇവിടെ കുടുങ്ങാൻ പോകുന്നത്. 2-3 രീതിക്ക് തന്നെ. ഒന്നെങ്കിൽ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയി, അല്ലെങ്കിൽ ഇടിച്ച് കഴിഞ്ഞിട്ട് ഇവരോടൊന്നും കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും, ഇപ്പോൾ പൈസ കൊടുത്തതിന് ഒരു തെളിവുമില്ല, ഞാൻ ജസ്റ്റ് വാക്കാൽ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞിട്ടേ ഉള്ളുമായിരിക്കും. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. അന്നേരം നമ്മൾ അതേ സ്ഥാനത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും പോലീസിൽ ഇൻഫോം ചെയ്ത് അവർ വന്ന് നോക്കി. ഇപ്പം നമ്മുടെ വാഹനം ക്ലെയിം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഒരു GD എൻട്രി കിട്ടും. അപ്പോൾ GD എൻട്രിക്കാണെങ്കിലും പോലീസ് വന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ നമുക്ക് GD എൻട്രി ആണെങ്കിലും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഏതൊരു സിറ്റുവേഷനാണ്, ഇപ്പം നിങ്ങൾ രാത്രി വാഹനം ഓടിക്കുകയാണ്, ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിലുള്ളൊരു ഫോട്ടോ, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ ആക്സിഡൻറ്റിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും പോലീസിനെ വിളിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ വിളിച്ച് അവർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഹെൽപ്പിങ് ആ ഒരു കാര്യത്തിലൊന്നും പ്രശ്നമില്ല കേട്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഓക്കെയാണ്, നമ്മൾ അന്നേരം ആ സ്പോട്ടിൽ അവരെ വിളിച്ച് എവിടെയാണ് കൊണ്ടിടിച്ചത്, ആളെ ഭയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ മോശമാണെന്നുള്ള, അല്ലെങ്കിൽ ഇപ്പം പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ എവിടെയെങ്കിലും നമ്മൾ ചെന്ന് ഇടിച്ചു എന്ന് തന്നെ സങ്കല്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യുക. നാളെ ഇതൊരു പ്രശ്നമായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം നമുക്ക് ചില കാര്യങ്ങൾ അവിടം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും. പക്ഷേ നമ്മളിത് അവിടം കൊണ്ട് തീർക്കാതെ പെട്ടെന്ന് നമ്മൾ എസ്കേപ്പ് ആയിക്കഴിഞ്ഞാൽ CCTVയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എസ്കേപ്പ് ആകാൻ പറ്റത്തില്ല. അന്നേരം വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ കോൺസിക്വൻസസ് വളരെ ചെറുതായിരിക്കും. ഇൻഷുറൻസിൽ തന്നെ പെടുത്താൻ പറ്റും. അത് പലർക്കും അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അറിയാൻ മേലാത്ത ആൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഒരു പോസ്റ്റിൽ കൊണ്ടിടിച്ചു, പോസ്റ്റ് ഒടിഞ്ഞു, നമുക്കത് ഇൻഷുറൻസിൽ പെടുത്താൻ പറ്റും. അതായത് ഒരു പോസ്റ്റിന് ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 20,000-25,000 രൂപ കൊടുക്കണം ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ്. നമ്മൾ ഒടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം ചെന്ന് ഇടിച്ചത് അത് നമ്മുടെ വാഹനത്തിലോട്ട് വീഴുകയോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻറ്റ് വരെ നമുക്ക് ഇൻഷുറൻസിൽ പെടുത്താം. നമ്മളവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസെ ഇൻഫോം ചെയ്ത് അവർ GD തന്ന് ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളവിടെ ഇതൊന്നും പറയാതെ നമ്മൾ മുങ്ങുകയാണെങ്കിലോ ഇതൊന്നും കിട്ടില്ല. ഇതൊക്കെ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും പാനിക്കായി പോകുന്നതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. അതുകൊണ്ട് കഴിവതും പാനിക്കാകാതിരിക്കുക. ലേഡീസാണ് ഏറ്റവും കൂടുതൽ പാനിക്കാവുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷേ ടെൻഷൻ പെട്ടെന്ന് കയറുന്ന, ആണുങ്ങൾക്ക് ടെൻഷൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും ലേഡീസ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പേടിക്കേണ്ട കേസില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല, അറിയാതെ പറ്റിപ്പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും പേടിക്കാതെ ധൈര്യമായിട്ട് എന്തൊരു പ്രോബ്ലം ഉണ്ടായാലും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാം. ഇൻഫോം ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ എന്തൊക്കെയാണ് അടുത്ത പ്രൊസീജിയേഴ്സ്, ഏതായാലും ലൈസൻസ് ഉണ്ടായിരിക്കണം കേട്ടോ റോഡിൽ വാഹനം ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വാഹനത്തിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൂടെ കറക്റ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാം. അതിലിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രൊസീജിയർ അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.